അച്ഛാ, അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു കോഫി ഷോപ്പ് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? നീ ഇത്തിരി കൂടി കാപ്പിപ്പൊടി ഇട്ടേ. നീ ഏതാ കാപ്പി കട തുടങ്ങാൻ പോകുന്നത്? ആ കോഫി ഷോപ്പിൽ കോഫി ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു കോഫി മെഷീൻ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ ഇവിടുത്തെ ഓണർ പോർച്ചുഗീസുകാരനെ കൊണ്ടുപോവാ. അതാവുമ്പോൾ നല്ല പോർച്ചുഗീസ് കോഫി അടിക്കാമല്ലോ. നീ എൻ്റെ കിടപ്പാടം കളി. ഈ കണ്ണിൻ്റെ പ്രശ്നമുണ്ട്, ലൈഫ് കംപ്ലീറ്റ്ലി സ്റ്റക്കാണ് അച്ഛാ. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്ത് ചെയ്താലും ഹാപ്പി ആയിരിക്കും. അച്ഛൻ ശരിക്കും ഹാപ്പിയാണ് ലൈഫിൽ? ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സിനിമ ചെയ്യണം. ആരാണത്? എന്താ നോക്ക്. ഓ, ഒരു മാറ്റമില്ലല്ലേ? മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രമല്ലേ ഉള്ളൂ. കോംറേഡ്. അത് ഓക്കെ. അച്ഛാ, അച്ഛനടുത്ത് ഏത് ദിവസം ഫ്രീ ആകുമ്പോൾ വീട്ടിലേക്ക് വരണം. ഞാനോ? വീട്ടിലേക്കോ? നീ കൊണ്ട് പോയടാ. എനിക്കൊന്നും വയ്യ. ഏയ് അച്ഛാ, അങ്ങോട്ട് വരണ്ട. പോയടാ. എന്തിനാ 50 എടുത്തോണ്ട് ഞാൻ വന്ന് എടുത്തോളൂലേ? വേണ്ട, ഞാൻ തേച്ചോളാം. നീ ഇപ്പൊ റെഡി ആയിക്കോ. എന്റെ പൊന്നമ്മേ, അമ്മയും കൂടി തേക്കാൻ ബാക്കിയുള്ളു. ഞാൻ തന്നെ തേച്ചോളാവേ. അങ്ങനെ പറയല്ലേ എന്റെ രവിക്കുട്ടാ. രവിക്കുട്ടൻ ഇതെന്ത് പേരാണ് വിട്ടേക്കുന്നത്? കുറച്ച് വെയിറ്റ് ഉള്ള പേരുണ്ടായിരുന്നില്ലേ? ഈ രവി എന്ന പേരിൽ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? രവി വള്ളത്തോൾ, ടി ജി രവി, എന്തിനാ വയലാർ രവി രക്ഷപ്പെട്ടില്ലേ? നീയും അങ്ങനെ അങ്ങ് രക്ഷപ്പെട്. പക്ഷെ കുറച്ചും കൂടി ഗാംഭീര്യമുള്ള പേരായിരുന്നെങ്കിൽ രക്ഷപ്പെടെ എളുപ്പമായിരുന്നു. ഈയിടെയാട്ടെന്റെ മോന് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണണമെന്ന് തോന്നണുണ്ടല്ലേ? ആ ഫോട്ടോ ഇരിക്കണേ, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ മുറി, നിന്റെ മേശ, നിന്റെ അച്ഛൻ വെച്ച് പൂജിച്ചോ. അതുപോലെ നമ്മളെയും കാണണമെന്ന് പുള്ളിക്ക് തോന്നണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തോന്നാൻ എനിക്ക് സൗകര്യമില്ലടാ. കുണ്ടുപിടി. എന്താ ആ അച്ഛനായിരുന്നാ? അമ്മയുടെ വന്നേ. ഇതാരെ കണ്ട വെപ്രാളം പിടിച്ചത്? എനിക്കെന്ത് വെപ്രാളം? നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നിരിക്കണു. എന്നെ കാണണമെങ്കിൽ അച്ഛന്റെ കടയിൽ വന്നാ പോരെ. ഇത് എന്നെ കാണാനൊന്നുമല്ല. വന്നേ. എനിക്കവിടെ പുഷയുടെ കൊച്ചിന്റെ ചോറൂണും പൂജയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോണം. അതന്നെ, പൂജയും ചോറും തുലാഭാരം. പിന്നെ ഞാൻ വന്നിട്ട് എന്താ കാര്യം? എനിക്ക് എന്റെ മോനും ദൈവം മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ തിരുന്നേ. ഞാൻ വിളിച്ചിട്ട് അച്ഛൻ വന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് രണ്ടുപേർത്തും കൂടി ഒരു കാര്യം സംസാരിക്കണ്ടേ. ഇരുന്നേ. അതെ, എന്റെ കടയിലെ ജോലി ഏകദേശം തെറിച്ച മട്ടാണ്. എനിക്ക് പുതിയതായിട്ട് നീ തുടങ്ങിയാൽ കൊള്ളാം അമ്മ. ഞാനൊരു കട കണ്ടുവച്ചിട്ടുണ്ട്. അതിപ്പോ തുടങ്ങാൻ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് തുടങ്ങേ. അതിനൊക്കെ കുറെ പണം വേണ്ടി വരില്ലേ? അതാവും. എന്നാ ചോദിക്ക്. എൻ്റെ അവസ്ഥ നീ കണ്ടതല്ലേ? ആ, സ്വന്തം അവസ്ഥയെക്കുറിച്ച് എപ്പോഴും നല്ല ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ഒന്നും അറിയില്ലേ? എന്റെ പൊന്നമ്മ നടങ്ങ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിട്ടാ എനിക്ക് വീടിന്റെ പേരിൽ കുറച്ച് പൈസ സെറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് വിരോധമുണ്ട്. നിങ്ങൾക്ക് കയറി കിടക്കാനുള്ള ആകെയുള്ള ഒരു സ്ഥലം, അതിൽ കൈവയ്ക്കണ്ട. ഈ സിനിമ എന്തെങ്കിലും ആവട്ടെ. സിനിമ ഇതുവരെ ആവാത്ത സിനിമ എപ്പം അങ്ങടെ ആവും. കറങ്ങി തിരിഞ്ഞ് എവിടേക്കാ വരണമെന്ന് എനിക്കറിയാം. നീ വിഷമിക്കണ്ട മോനെ. എല്ലാത്തിനും നമുക്ക് നമ്മുടെ ഗണേശൻ ഉണ്ടാവും. ഗണേശനാ? ഏത് ഗണേശൻ? എത്ര ഗണേശൻ നിനക്കറിയാം? നമ്മുടെ ഗണേശമൂർത്തിയെ. ഈ ചിരിയാണ് കുഴപ്പം. എന്നെ എന്താ ഹേമേ? ആഹാ, ഒരുങ്ങി നല്ല മണവാട്ടിയെ പോലെ സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ.
ആ കെട്ടിയവൻ വന്നിട്ടുണ്ടായിരുന്നു ചുമ്മാ അതല്ലല്ലേ. ചേച്ചി കുറച്ച് മോര് തരൂ ചേച്ചി. പപ്പേട്ടനെ മോരൂട്ടാൻ കൂട്ടാൻ ഭയങ്കര പൂതി. അയ്യോ 3-4 ദിവസമായിട്ട് മോരേ ഇല്ല. എന്തോ ഉറ കൂടണില്ല. രവിക്കുട്ടന് മോരേറെ ഇഷ്ടല്ലേ? രവിക്കുട്ടന് ഈടെയായിട്ട് മോരെന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പാ. അപ്പുറത്ത് സർലയോട് ചോദിക്കും. അല്ല രണ്ടു ഒഴിക്കായത് വെറുതെ. പാലില്ല, കട്ടക്കാപ്പി എടുക്കണേ. എവിടെ? അച്ഛൻ പോയി. എന്താണ് നിന്റെ മുഖത്തൊരു മ്ലാനത? കല്യാണം മുഞ്ചതിന്റെയാണ്. ഇന്ന് പോയി അന്ന് മുടങ്ങിയപ്പോഴാണ് അന്ന് വല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് മനസ്സിലായത്. പിന്നെ എന്താടാ നിന്റെ പ്രശ്നം? എപ്പോഴും ഇങ്ങനെ കണ്ടവന്റെ ബില്ലടിച്ചു നടന്നാൽ മതിയാണ്. നീ ആ മോമോസിലെ ചേട്ടനും ചേച്ചി ശ്രദ്ധിച്ച? ആ അതിന്റെ അപ്പുറത്തുള്ളൊരു വോക്സ് വാഗന്റെ കാറ് നീ കണ്ട? അതവരുടെയാ. ആ അവരുണ്ടല്ല, കൊറോണയ്ക്ക് മുമ്പ് കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തവരാ. അവരാ? ആ അവരെന്നെ. ഇതാണ് രവി ലൈഫ്. നീ എന്താടി പറഞ്ഞ? ഞാൻ അവരെ മോമോസ് വെച്ച് തുടങ്ങണമെന്നാണ്. ഞാനൊന്നും പറഞ്ഞില്ലേ? എന്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. പിടിച്ചിട്ട് വാ, ഇവിടെ പറയല്ലേ. നീ ചായയൊക്കെ കുടിച്ച് പതുക്കെ പോയാ മതി. എനിക്ക് ഹോസ്റ്റലിൽ കയറണം. കേട്ടടാ. ബൈ. താങ്ക് യു മുരളിയേട്ടാ. ഹായ്. നിങ്ങളെന്തിനാ എന്റെ പിന്നാലെ നടക്കണ ചേച്ചി? நான் உன் கூட பிரச்சனை பண்ண வரல ரவி. இன்ஃபேக்ட் உனக்கு ஹெல்ப் பண்ண ட்ரை பண்றேன். கொஞ்சம் கண்ணை திறந்து பாரு. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പറഞ്ഞാ മനസ്സിലാവില്ല. എന്റെ പൊന്നേച്ചി, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് നടപടിയാവും മാട്ടേൻ. പ്ലീസ് എന്നെ വിട്ടേക്ക്. ஒரு காஃபி. உன் பிள்ளையாரு உனக்கு நல்லது பண்ண ஆசைப்படுறாரு. அதை புரிஞ்சுக்கோ. ஒன்று அது கவர்மெண்ட் கைக்கு போயிடும், இல்லைன்னா மறுபடியும் கோயிலுக்கே போயிடும். ஏற்கனவே அதுக்கான வேலையெல்லாம் ஸ்டார்ட் பண்ணிட்டோம். எப்படினாலும் அந்த செலவு உனக்கு தேவையில்லைல்ல. ஆனால் ஒரு காஃபி ஷாப் வைக்கணும்னு ஆசை இருக்கு. நைட் இந்த உலகத்தை பார்க்கணும்னு ஆசை இருக்குல்ல. இந்தியாவில் ட்ரீட்மெண்ட் இல்லை, ஆனால் ஃபாரின்ல இருக்கு. அதுக்கு பணம் வேணும்ல, நிறைய பணம் வேணும்ல. அதான் நான் தரேன்னு சொல்றேன். உன் கணேச தரேன்னு சொல்றாரு. 50 லட்சம் ஒரே வாய்ப்பு. மிஸ் பண்ண போறியா இல்ல யூஸ் பண்ண போறியா?